ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 കൊരിന്ത്യർ 10:2 എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. 430 സംവത്സരം മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവം മോശ മുഖാന്തരം വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. ഈ യാത്ര നീണ്ട യാത്രയാണ്. ഈ യാത്രയുടെ ആരംഭത്തിൽ തന്നെ അവർക്ക് ചെങ്കടൽ കടക്കേണ്ടതായിട്ട് വന്നു. ചെങ്കടൽ കടന്നവർക്ക് മാത്രമേ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്ര ആരംഭിക്കുവാൻ സാധിച്ചുള്ളൂ. അവിടെ ഈ ചെങ്കടൽ കടന്നവർ ഈ കനാൻ ദേശത്തേക്കുള്ള യാത്ര അവിടെ പറയുന്നത് 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്ന പറയുന്നത്. 6 ലക്ഷം പുരുഷന്മാരുടെ കൂടെ കുട്ടികളെയോ സ്ത്രീകളെയോ വൃദ്ധന്മാരെയോ കുറിച്ച് പറയുന്നില്ല. യുദ്ധപ്രാപ്തരായ 6 ലക്ഷം പുരുഷന്മാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോഴേ ഈ കുട്ടികളും ഈ സ്ത്രീകളും വൃദ്ധന്മാരെയും എല്ലാവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ഏകദേശം 24 ലക്ഷം 25 ലക്ഷം ആൾക്കാർ ഉണ്ടായേക്കാം. ഇങ്ങനെ വലിയൊരു ജനസംഖ്യ ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര തുടർന്നു. അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തുമ്പോൾ ആ യാത്ര അവസാനിക്കുമ്പോൾ നാം കാണുന്നത് വേദപുസ്തകം പറയുന്നതനുസരിച്ച് 2 പേരെ അവിടെ എത്തുന്നുള്ളൂ. യോശുവയും കാലേബും മാത്രം. യോശുവയും കാലേബിനും കൂടെ ഈ മരുഭൂപ്രയാണത്തിൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളും ഈ 2 പുരുഷന്മാർ 6 ലക്ഷം പുരുഷന്മാരിൽ ഈ 2 പുരുഷന്മാർ യോശുവയും കാലേബും മാത്രമാണ് ഈ കനാൻ ദേശത്തെത്തുന്നത്. ബാക്കി 5,99,998 പേരും ഈ മരുഭൂമിയിൽ പട്ടുപോയി. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ മരിക്കുവാൻ കാരണം? ഈ 2 പേര് മാത്രം, ആ മരുഭൂമി പ്രയാണത്തിൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളും മാത്രം, ആ കുഞ്ഞുങ്ങളും ഈ 2 പുരുഷന്മാരും മാത്രം അവിടെ എത്തിച്ചേരുവാൻ കാരണം. ബാക്കി എല്ലാവരും എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ മരിച്ചു വീണത്? കാരണം അവർ മോശ മുഖാന്തരം ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണങ്ങളെയോ കൽപ്പനകളെയോ പാലിച്ചില്ല. ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, ചെറിയൊരു തടസ്സം വന്നാൽ മതി, അവരുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം വന്നാൽ മതി, ഉടനെ അവർ മരണകരമായ മറവി ഇതുവരെ അവരെ നടത്തി ദൈവത്തെ മറന്നു, ദൈവത്തെ തള്ളിപ്പറയാൻ തുടങ്ങി. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആ മിസ്രൈമിലെ അടിമത്തം മതി, ആ മിസ്രൈമിലെ ഇറച്ചിക്കലം മതി എന്ന് പറയുകയാണ്. അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് വ്യാജവാക്ക് പറയുന്നുണ്ട്. വ്യാജവാക്ക് എന്ന് പറഞ്ഞാൽ 12 പേരെ മോശ ഇസ്രായേൽ ഗോത്രത്തെ പ്രതികരിച്ച് 12 പ്രഭുക്കന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവരെത്തപ്പെടുവാനുള്ള അവരുടെ ലക്ഷ്യസ്ഥാനത്ത് ആ സ്ഥലത്തെ ഒറ്റുനോക്കുവാനായിട്ട് പരിശോധിച്ചു വരുവാനായിട്ട് 12 പേരെ വിടുന്നുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ ഈ 10 പേര് 12 പേരിൽ യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി 10 പേരും ജനങ്ങളെ ഭയപ്പെടുത്തിയാണ്, വ്യാജവാക്ക് പറയാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവിടെ മല്ലന്മാരുണ്ട്, ആകാശമുട്ടെ എത്തുന്ന ആ അത്ര ബാഹുല്യരായ വലിയ ആൾക്കാരുണ്ട്, അമാലിയക്കരുണ്ട്, അവിടെ പോകരുത്, ഇതിനേക്കാളും നല്ലത് നമുക്ക് മിസ്രൈമിലെ അതാണ് അവിടുത്തെ ഇറച്ചിക്കലങ്ങളാണ്, ഇറച്ചിയാണ്, ഇതെല്ലാം പറയാം. അവിടുത്തെ പച്ചക്കറികളെ കുറിച്ച് പറയുന്നുണ്ട്, ഉള്ളി, ചിത്തുള്ളി, കുറേ പച്ചക്കറി സാധനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെയാണ് നല്ലത്, നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ ഭയപ്പെടുത്തിയാണ്. ജനങ്ങൾ ഈ ഭൂരിപക്ഷത്തിനോട് നിൽക്കുകയാണ്. 12 പേരിൽ 10 പേര് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിനോട് ജനങ്ങൾ നിന്ന് പറയുക, ഓക്കെ ഞങ്ങൾക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ യോശുവയും കാലേബും മാത്രം പറയുകയാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ടല്ലോ, ആ ദൈവം ആ ദേശം നമുക്ക് തരും. ആ ദേശത്തിലേക്കാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മളെ ദൈവം ചെങ്കടൽ കടത്തിയതും നമ്മൾ യാത്ര വിടുന്നതും മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതും ഒക്കെ അതാണല്ലോ. അതുകൊണ്ട് ആ ദൈവം ആ മിസ്രൈമിലെ വലിയ പ്രശ്നങ്ങളെക്കാട്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ അമാലിയക്കാരായാലും ആരെയായാലും ദൈവം നമുക്ക് അവരെ നേരിടുവാൻ ശക്തി തരും, അവരൊക്കെ നമുക്ക് കീഴ്പ്പെടും എന്നെല്ലാം പറഞ്ഞ്
ഈ രണ്ടുപേരുടെ വാക്ക് കേൾക്കാതെ ആ ഭൂരിപക്ഷത്തിനോട് ചേർന്ന് നിന്ന് ഈ രണ്ടുപേരെ കല്ലെറിയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചു കഴിഞ്ഞ് ഇതാ ആ ദൈവത്തിനെതിരെ പിറുപിറുത്തവരൊക്കെ, ആ ഇവരെ കല്ലെറിയാൻ കല്ലെടുത്തവരൊക്കെ അവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോയി. അങ്ങനെയാണ് ദൈവത്തിനെതിരെ മറുത്തു പറഞ്ഞവരും പിറുപിറുത്തവരും ദുരാഗ്രഹികളായ ആൾക്കാരൊക്കെ അവിടെ ഇതാ മരുഭൂമിയിൽ പട്ടുപോയിട്ട് ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ, ആ പ്രക്രിയയിലൂടെ ആ തിളങ്ങി നിന്ന യോശുവയും കാലേബും നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങൾ, ആ മരുഭൂപ്രയാണം ജനിച്ച കുഞ്ഞുങ്ങൾ, അവർ മാത്രമേ കനാൻ ദേശത്തിൻ്റെ അനുഭവത്തിൽ എത്തപ്പെടുന്നുള്ളൂ. കാരണം കർത്താവ് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സുഖരാജ്യത്ത് കിടക്കിയില്ല. ഇവിടെ ഇതാ യോശുവയും കാലേബും 6 ലക്ഷത്തിൽ 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ ഈ 2 പുരുഷന്മാർ മാത്രം ഈ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കലങ്കരായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാശ്രയബോധത്തോടെ ആ ഒരു വ്യാജവാക്കും പറയാതെ ദൈവം അവരോട് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം അവർ കാണിച്ചു കൊടുത്ത ആലോചന പ്രകാരം നടത്തിപ്രകാരം അവർ നടന്നു. അത് ജനങ്ങളോട് പറഞ്ഞു. അവർ ഈ വരുന്ന തടസ്സങ്ങളെ, കല്ലേറിനെ ഒന്നും ഭയപ്പെട്ടില്ല. അപ്പോഴും അവരുടെ തീരുമാനത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ അനുസരിച്ച് നടന്നുകൊണ്ടും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയതുകൊണ്ടും മാത്രമാണ് അവർ കനാൻ ദേശത്തെത്തുന്നത്. പ്രിയമുള്ളവരെ, ആ പഴയ നിയമ ഇസ്രായേൽ ജനം ഇതാ പുതിയ നിയമസഭയിലെ, അല്ലെങ്കിൽ പുതിയ ഇസ്രായേലിലേക്കുന്ന ക്രിസ്തീയ സഭയുടെ ദൃഷ്ടാന്തമാണ്. ആ ക്രിസ്തീയ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പുതിയ ഇസ്രായേലാകുന്ന ക്രിസ്തീയ സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നാം എല്ലാവരും ഒരു മരുഭൂപ്രയാണത്തിലാണ്. ഈ മരുഭൂപ്രയാണത്തിന് മുമ്പ് എങ്ങനെയാണോ ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്നത്, അതുപോലെ തന്നെ നമ്മൾ ആ ചെങ്കടലാകുന്ന ആ മാമോദീസ കടന്നു. ആ മാമോദീസയിലൂടെ നമ്മൾ കടന്ന് ഇതാ സ്വർഗീയ കനാനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ ചെങ്കടൽ കടന്നുകൊണ്ട് മാത്രം എല്ലാവരും കനാൻ ദേശത്ത് എത്തുന്നില്ല. അതുപോലെ ഇതാ നമ്മൾ മാമോദീസ മുങ്ങിയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലാകണമെന്നില്ല. അങ്ങനെ അവകാശപ്പെടാൻ നമുക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഇതാ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, ഞാൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ഞാൻ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയുള്ളൂ എന്ന കവലപ്രസംഗം നടത്തുന്നവരും ഇതാ തെരുവീതിയിലൂടെ നിന്ന് പ്രസംഗിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, വേദപുസ്തകം പറയുകയാണ്, ചെങ്കടൽ കടന്ന എല്ലാവരും പാലും തേനും വീഴുന്ന കനാൻ ദേശത്ത് എത്തിയില്ല എന്നുള്ളതാണ്. കാരണം ഈ 40 കൊല്ലക്കാലം അവർക്ക് ഈ മരുഭൂമിയിലൂടെ നടന്നെങ്കിൽ, ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ ആ മാമോദീസ കടന്നു കഴിഞ്ഞ് ഉടനെ മാമോദീസ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉടനെ നമ്മളങ്ങ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലാകുകയില്ല. കാരണം ഇസ്രായേൽ ജനത എങ്ങനെയാണോ മരുഭൂപ്രയാണത്തിലൂടെ കടന്നുപോയത്, അതുപോലെ തന്നെ ഈ ലോകമാകുന്ന മരുഭൂപ്രയാണത്തിലൂടെ നമ്മളും കടന്നു പോവുകയാണ്. ഇവിടെ ഇതാ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ആ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ലയിച്ചിരുന്നാൽ, ആ പഴയ ഇസ്രായേൽ ഞങ്ങൾക്ക് ഇറച്ചിക്കലം മതി, ഞങ്ങൾക്ക് ഇറച്ചി വേണം, നമുക്ക് വേണ്ടത് ദൈവം തരും, നമുക്ക് വേണ്ടുന്ന ആഹാരവും വെള്ളവും വസ്തുവും പാർപ്പിടവും ഒക്കെ തരും, അതിലുപരിയായി എന്താഗ്രഹിച്ചാലും അത് ദുരാഗ്രഹമാണ്. അയൽപക്കക്കാരന് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, അല്ലെങ്കിൽ അവരെന്നും ഇറച്ചിയും മീനും ചിക്കനും KFC ഒക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമ്മളും അത് കണ്ടുകൊണ്ട് കടം വാങ്ങിച്ച് കാറ് വാങ്ങിക്കുന്നു, കടം വാങ്ങിച്ച് വലിയ വീട് വെക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവർ ആഡംബരത്തോടെ ജീവിക്കുന്നതുകൊണ്ട് അതുപോലെ നമ്മളും കടം വാങ്ങിച്ച് ഓരോന്ന് ചെയ്ത് കൂട്ടിയാൽ നമുക്കുള്ളതൂടെ കടമായി ജപ്തി ചെയ്തുകൊണ്ട് പോകും. നമ്മൾ പിന്നെയും ദരിദ്രരായി പോകും. അതാണ് ദുരാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ പോകാതെ നമുക്ക് ഉള്ളത് മതി, ഒരു തൃപ്തിയുടെ അനുഭവം വേണം. ഉള്ളത് മതി, അല്ലെങ്കിൽ ചിലതിനോട് വേണ്ട എന്നൊരു സമീപനം, ഒരു മനോഭാവം വരണം. അങ്ങനെ ആ യോശുവയും കാലേബിനെ പോലെ ആ ദൈവാശ്രയബോധത്തോടെ ജീവിക്കുമ്പോഴാണ് ഈ ഫറവോൻ എന്ന ആ സാത്താന്യ അതിൻ്റെ പിടിയിൽ ദൈവം നമ്മളെ വിടുവിച്ചെങ്കിൽ ആ ജീവിതത്തിൽ, ആ ആത്മീയ ജീവിതം തുടർന്നു പോകാൻ, അതിൽ കളങ്കം വരാതെ, ഈ ലോകത്തിനോട് ലയിച്ചു പോകാതെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളോട് ലയിക്കാതെ നമ്മൾ യോശുവയും കാലേബിനെ പോലെ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി നടക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ദേശം ഇതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകങ്ങളുടെ മോഹങ്ങൾക്കല്ല, നമ്മുടെ ലക്ഷ്യം സ്വർഗീയ കനാനായിരിക്കണം. പാലും തേനും ഒഴുകുന്ന ആ സ്വർഗീയ കനാനായിരിക്കും, ഇമ്പോഴുള്ള പറുദീസ ആയിരിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന
നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിലും എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് യോശുവായും കാലേബിനെ പോലെ ആ ഇന്നലെ ജനിച്ച ആ മരുഭൂപ്രയാണത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായി ദൈവാശ്രയബോധത്തോടെ ജീവിക്കാം. തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആയി ഇല്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ലെന്ന ബോധ്യത്തോടെ നമുക്ക് കിടക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. യോശുവായും കാലേബിനെ പോലെ ആ ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ മികവുള്ളവരായി, തെളിഞ്ഞവരായി, തേജസ്സുള്ളവരായി ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തുവാനാകട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.